നമസ്തേ. ഇന്നത്തെ സ്പെഷ്യൽ കിടിലൻ സോയ ബിരിയാണി. ചിക്കൻ ബിരിയാണി പോലും മറികടക്കുന്ന രുചിയിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാം. സോയയുടെ ഗുണങ്ങളും ബിരിയാണിയുടെ മണവും കൂടുമ്പോൾ എല്ലാവരും ചോദിച്ച് കഴിക്കും. ആദ്യം കുറച്ച് വെള്ളമെടുത്ത് തിളപ്പിച്ചതിന് ശേഷം സോയ ചങ്ക്സ് 10 മിനിറ്റ് കുതിർത്ത് വയ്ക്കാം. ഇത് കുതിർന്നു വന്നതിന് ശേഷം നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കാം. വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നു. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ജീരകശാല റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അരി നമുക്കൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഈ ബിരിയാണിക്ക് ആവശ്യമുള്ള സ്പൈസസ്. നമുക്ക് ഈ സോയയെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കാം. അതിനായി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി ഇടുന്നത്. കുറച്ച് സ്പൈസി ആവാനാണ് എനിക്കിഷ്ടം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. 5 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സ്പൈസസ് എല്ലാം ഇട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു സവാള അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളി ഒഴിച്ച് കൊടുക്കാം. തക്കാളിയുടെ പേസ്റ്റൊക്കെ ഒഴിച്ച് അത് ഒന്ന് എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ചൂടായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സോയ അതിലിട്ട് അതിൻ്റെ മസാലയൊക്കെ അതിലേക്ക് പിടിച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കഴുകി എടുത്ത് വെച്ച ജീരകശാല റൈസ് നമുക്കിതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലതുപോലെ യോജിപ്പിക്കാം. ബാസ്മതി റൈസ് ഉപയോഗിച്ചും ഇതുപോലെ ഉണ്ടാക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ ഓരോ അരിക്ക് കുറച്ച് വേവ് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. സോയയിലൊക്കെ ഉപ്പിട്ടത് കൊണ്ട് എത്ര ഉപ്പാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഇതിൽ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് അവസാനമായി ഞാൻ ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാല ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി കഴിക്കാൻ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ സോയ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സെർവിങ് ബോളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇലയിലിട്ടിട്ട് ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ സോയ ബിരിയാണി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.